പ്രിയപ്പെട്ടവരെ, സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും വിഷു ആശംസകൾ ഓരോരുത്തർക്കും നേരുകയാണ്. എല്ലാവർക്കും ഈശ്വരീയ മംഗളങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ 2026 വിഷു എന്ന് പറയുന്നത് കൊല്ലവർഷം 1201 മേടമാസം 1-ാം തീയതി, അതായത് 2026 ഏപ്രിൽ മാസം 14-ാം തീയതി അന്ന് ഉദയാൽപരം 8 നാഴിക 8 വിനാഴികയ്ക്ക്, അതായത് പകൽ നേരം 9:32 ചതയൻ നക്ഷത്രം 3-ാം പാദത്തില് മേടരവി സംക്രമം നടക്കുകയാണ്. അപ്പോൾ വിഷു എന്ന് പറയുന്നത് മേടം 1-ാം തീയതി അഥവാ ഏപ്രിൽ 14-ാം തീയതിയാണ്. പക്ഷേ ഇക്കുറി നമ്മൾ കണി കാണുന്നത് ഏപ്രിൽ 15-ാം തീയതി അഥവാ മേടം 2-ാം തീയതിയാണ്. ഇതിന് കാരണം എന്തെന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ കണി കാണുന്നത് പുലർച്ചെയാണ്. എന്നാൽ ഇപ്രാവശ്യം 9 മണി കഴിഞ്ഞിട്ടാണല്ലോ വിഷു വരുന്നത്. അപ്പോൾ സൂര്യോദയം, ഉദയത്തെ തട്ടി വിഷു വന്നിട്ടില്ല. എന്നാൽ പിറ്റേ ദിവസം ആകുമ്പോൾ ഉദയം തട്ടി വരുന്നുമുണ്ട്, അതായത് 2-ാം തീയതി. അതുകൊണ്ടാണ് നമ്മൾ 2-ാം തീയതി വിഷുക്കണി കാണുന്നതിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. വിഷുക്കണി കാണാൻ അന്ന് ഏറ്റവും നല്ല സമയം ബ്രാഹ്മ മുഹൂർത്തമാണ്, അതായത് പുലർച്ചെ 4:30 മുതൽ പിന്നെ 6 മണി വരെയുള്ള സമയം ശുഭകരമായിട്ട് ഉണ്ട്. ഈ സമയത്ത് നമ്മൾ കണിവെച്ച വസ്തുക്കളെല്ലാം കണ്ട് ഭഗവാനെ തൊഴുന്നത് ഏറ്റവും പുണ്യകരമാണ്. ഇതിലൂടെ നമുക്ക് ഒട്ടേറെ ഐശ്വര്യങ്ങളും മംഗളങ്ങളും വന്നു ചേരുന്നതാണ്. നമ്മളൊരു കണി വയ്ക്കുമ്പോൾ അതിൻ്റെ യഥാവിധി ആ കണി വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ ഒരു കൊല്ലം മുഴുക്കെ നമുക്ക് മംഗളങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ധനപരമായിട്ടുള്ള ക്ലേശങ്ങൾ അകന്നു പോകും. തൊഴിൽപരമായിട്ടുള്ള സമൃദ്ധി ഉണ്ടായി വരും. വീട്ടില് ഒട്ടേറെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായി വരും. പക്ഷെ പലരും കണി വയ്ക്കുന്നത് കൃത്യമായ രീതിയിലൊന്നും ആയിരിക്കില്ല. അവർക്ക് അതിനെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യം ഉണ്ടാവില്ല. എവിടെയെങ്കിലുമൊക്കെ കണ്ട ഒരു രീതിയിൽ, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ആരൊക്കെയോ പറഞ്ഞു കൊടുത്ത സ്വന്തം കുടുംബത്തിൽ തന്നെ ചെയ്തു പോകുന്ന ചില കാര്യങ്ങളുടെ അനുവർത്തനം എന്നുള്ള രീതിയിലാണ് ചെയ്യാറുള്ളത്. ഇന്നത്തെ വീഡിയോയിലൂടെ യഥാവിധി നമുക്ക് എങ്ങനെ ഒരു കണി ഒരുക്കാം, അതിലൂടെ പുണ്യം കൃത്യമായ രീതിയിൽ നമുക്ക് നേടിയെടുക്കാം എന്നൊക്കെയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുമല്ലോ. നമസ്കാരം, ഞാൻ RJ അയ്യർ, ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു വരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിന്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, കമന്റ് ബോക്സിലും അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനലിൽ പ്രവേശിച്ച നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. മാത്രമല്ല ഒട്ടേറെ ഹൈന്ദവപരമായിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് എന്നും രാവിലെ നിങ്ങളുടെ മൊബൈൽ ഫോണിലൂടെ സൗജന്യമായിട്ട് ലഭ്യമാകുന്നതുമാണ്. മാത്രമല്ല ഇതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ കൂടി നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇത് ചെയ്യുക. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതിയാകും. അതിനായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളെ കുറിച്ച് റെക്കമെൻഡേഷനായിട്ടോ നോട്ടിഫിക്കേഷനായിട്ടോ ഉള്ള അറിവുകൾ നിങ്ങൾക്ക് ലഭ്യമാവുക. എങ്കിലല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും നാളും ഒക്കെ ഇതിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതും പ്രയോജനപ്പെടുത്തുമല്ലോ. വിഷു എന്ന് പറയുന്നത് ഒരു പുണ്യത്തിന്റെ കാലമാണ്. കേരളീയരെ സംബന്ധിച്ചിടത്തോളം ഇത് വിളവെടുപ്പ് ഉത്സവത്തിന്റെ കാലയളവാണ്. എങ്ങും സമ്പദ് സമൃദ്ധിയും ഐശ്വര്യവും കീർത്തിയും എല്ലാം വ്യാപരിക്കുന്ന സമയമാണ്. പകലും രാവും ഒരുപോലെ കാണപ്പെടുന്ന ഒരു കാലയളവിനെയാണ് വിഷു എന്ന് നമ്മൾ പറയുന്നത്. അതായത് സുഖവും ദുഃഖവും തുല്യമായിട്ടുള്ള അവസ്ഥ എന്ന് വേണമെങ്കിലും നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാം. ഒരു ജീവിതത്തില് സുഖം കൂടുതലായിട്ട് ആയിപ്പോയാൽ അയാൾക്ക് സുഖത്തിന്റെ വാല്യൂ അറിയാൻ പറ്റില്ല. ദുഃഖത്തിന് ശേഷം കടന്നു വരുന്ന സുഖമായിരിക്കുമല്ലോ ഏറ്റവും മൂല്യമുള്ളത്. അതുപോലെ തന്നെ ദുഃഖം ഏറിപ്പോയാലും അയാൾക്ക് ജീവിതം നരകതുല്യമായിട്ട് തോന്നും. അപ്പോൾ ഇവിടെ രണ്ടും തുല്യമായിട്ടുള്ള അവസ്ഥയാണെങ്കിൽ മനുഷ്യ ജീവിതം സംശുദ്ധമായിട്ടും സംതൃപ്തമായിട്ടും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. വിഷു എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ കന്മഷങ്ങളെ അകറ്റി ദുഃഖത്തെ നിവാരണം ചെയ്ത് സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം വീണ്ടെടുക്കുവാനുള്ള അവസരമാണ്. അപ്പോൾ അത് യഥാവിധി കണി കാണുന്നതിലൂടെ നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. വിഷുക്കണി ഒരുക്കുക എന്ന് പറയുന്നത് നമ്മുടെ പാരമ്പര്യത്തിന്റെ ഭാഗം കൂടിയാണ്. തലമുറകളായിട്ട് കൈമാറി കിട്ടിയ ആ പുണ്യതയാണ് നമ്മൾ ഇന്നും പിന്തുടരുന്നത്. അപ്പോൾ വിഷുക്കണി ഒരുക്കുന്നതിന് ദേശീയമായിട്ടുള്ള പല വ്യത്യാസങ്ങളും ഉണ്ട്. തിരുവനന്തപുരത്തുകാർ ഒരുക്കുന്നത് പോലെ ആയിരിക്കില്ല ചിലപ്പോൾ കണ്ണൂരുകാർ, ചിലപ്പോൾ പാലക്കാട്ടുകാർ വേറൊന്നായിരിക്കും, മറ്റൊരു നാട്ടിൽ വേറൊന്നായിരിക്കും. ചില വ്യത്യാസങ്ങൾ ഉണ്ടായി വരും. അത് സ്വാഭാവികം തന്നെയാണ്. എന്നാൽ നമുക്ക് ചില ഏരിയകളിൽ ആർക്കും അറിഞ്ഞുകൂടെ ഇതെങ്ങനെയാണ് ഒരുക്കേണ്ടത്. അവർക്ക് തോന്നുംപടി
എവിടെയെങ്കിലും കണ്ടത്, ആരെങ്കിലും പറഞ്ഞു കൊടുത്തത്, തൊട്ട് മുമ്പുള്ള തലമുറയിൽ ആരൊക്കെയോ കാട്ടിക്കൊടുത്തത്, ആ രീതിയിലൊക്കെ ചെയ്യും. പലപ്പോഴും അത് തികച്ചും പുണ്യവത്താവില്ല. അവരുടെ ഭക്തി കൊണ്ട് അതിൽ നിന്നുള്ള ഈശ്വര പുണ്യം കിട്ടുമെന്നല്ലാതെ അതിൽ നിന്ന് കിട്ടേണ്ടുന്ന ഒരു എനർജി ഉണ്ട്, അത് പൂർണ്ണമായിട്ട് ലഭിക്കാതെ പോകും. അപ്പൊ നമുക്ക് പൊതുവിൽ ഏത് ഭക്തർക്കും ചെയ്യാവുന്ന ഉത്തമമായ രീതിയിലുള്ള ഒരു വിഷുക്കണി ഒരുക്കാണ് ഞാനിവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ചില കാര്യങ്ങൾ ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് അവിടെ ലഭ്യമല്ലാതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ച് നിങ്ങൾക്ക് നന്നായിട്ട് കണിയൊരുക്കുന്ന മാർഗമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ വിഷുക്കണി ഒരുക്കുക എന്ന് പറയുന്നത് കുറച്ച് എന്തെങ്കിലും ചക്കയും മാങ്ങയൊക്കെ പറക്കി വെച്ച് അതിലൊരു പൂവെടുത്ത് വയ്ക്കുക, കണിപ്പൊക്കൊന്ന പൂ കൊണ്ട് വയ്ക്കുക എന്നൊക്കെയുള്ള തലത്തിലേക്ക് ചിന്തിക്കാതിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഉപാസന പോലെ, ഒരു കർമ്മം പോലെ, ഒരു വ്രതം പോയിട്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് വിഷുവിന്റെ തലേ ദിവസം നമ്മൾ വ്രതമായിരിക്കും, വിഷുവിനും വ്രതമായിരിക്കും. ഇത്തവണ നമ്മൾ വിഷുവിന്റെ തലേ ദിവസം എന്ന് പറയാൻ പറ്റില്ല, കാര്യം ഏപ്രിൽ 14-ാം തീയതി വിഷു തന്നെയാണ്. അപ്പൊ അന്ന് നമ്മൾ വ്രതമാണ്. പിറ്റേ ദിവസം 2-ാം തീയതി നമ്മൾ വ്രതമെടുത്താണ് ഇത് വിഷു ദർശനം നടത്തേണ്ടത്. അതായിരിക്കും ഏറ്റവും ഗുണകരം. ഇനി വ്രതം എടുക്കാൻ ഒരാൾക്ക് കഴിയില്ല എങ്കിൽ കുഴപ്പമില്ല. വ്രതം എടുക്കുക എന്ന് പറയുമ്പോൾ വലിയ കാര്യമായിട്ടൊന്ന് ചിന്തിക്കണം. മത്സ്യമാംസാദികൾ കഴിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെ സൂചനയുള്ളൂ. കഴിയുമെങ്കിൽ പകൽ ഉറക്കം പാടില്ല എന്നുള്ളതാണ്. അപ്പൊ തലേ ദിവസം നമ്മൾ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ നേരത്തെ തന്നെ ഒന്ന് സംഘടിപ്പിച്ചു വെക്കണം. അതിന് നമുക്ക് വേണ്ടത് നല്ലൊരു ഓട്ടുരുളി കിട്ടിയില്ലെങ്കിൽ ഒരു പരന്ന പാത്രം നമുക്ക് വേണം. ഉണക്കലരി, നെല്ല് ഇവ വേണം. കണിക്കൊന്നപ്പൂവ് നേരത്തെ സംഘടിപ്പിച്ച് വെക്കണം. പിന്നെ നമുക്ക് കുറച്ച് പച്ചക്കറി അഥവാ നാട്ടുഭാഷയെ മലക്കറി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവണം. അതിൽ പ്രധാനമായിട്ടുള്ള കണിവെള്ളരിയാണ്. കണിവെള്ളരി, തക്കാളി, അങ്ങനെ ഒരുപാട് ഐറ്റങ്ങൾ നമുക്ക് പച്ചക്കറിയായിട്ട് നമുക്ക് സംഘടിപ്പിക്കാം. പിന്നെ ഒരു ചെറിയ ചക്ക ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും, മത്തങ്ങ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ കാഴ്ചയ്ക്ക് ഇമ്പം നൽകുന്ന പച്ചക്കറി വർഗ്ഗങ്ങളെല്ലാം നമുക്ക് ഇതിനു വേണ്ടിയിട്ട് എടുക്കാം. എന്നാലും ഒരുപാട് അങ്ങ് വേണ്ട, കുറച്ച് മതി എല്ലാ കാര്യവും. പിന്നീട് പല വിധത്തിലുള്ള ഫലവർഗ്ഗങ്ങൾ, പൂവമ്പഴം, ആപ്പിള്, അങ്ങനെ നമ്മൾ ഫലവർഗ്ഗങ്ങൾ നമുക്ക് കുറച്ച് സംഘടിപ്പിച്ച് വയ്ക്കാം. പിന്നെ ഞങ്ങളൊക്കെ പണ്ട് കാലത്ത് കശുമാങ്ങ, നാട്ടിൻപുറത്ത് നീട്ടുന്ന മാങ്ങ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും കൂടുതൽ വെക്കുന്ന. ഈ പുറത്ത് പച്ചക്കറി കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വെക്കുന്നതിനേക്കാളും നമ്മുടെ പറമ്പിലൊക്കെ ഉള്ള കാര്യങ്ങളെ ആയിരിക്കും കൊണ്ട് വയ്ക്കുന്നത്. ഇന്നങ്ങനെയല്ല, പലതരം വിദേശ ഫ്രൂട്ടുകൾ പോലും കണിയിൽ വച്ചിരിക്കുന്നതായിട്ട് കാണാം. അതൊക്കെ അവരവരുടെ വിശ്വാസം പോലെ എന്നേ ഉള്ളൂ. ആ ഉരുളിയിൽ കൊള്ളുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് വെക്കേണ്ടത്. പിന്നെ ഒരു വാൽക്കണ്ണാടി ഉണ്ടെങ്കിൽ വാൽക്കണ്ണാടി നല്ലതാണ്. പിന്നെ ഗോൾഡ് ആഭരണങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ കൊള്ളാം. കുറച്ച് ക്യാഷ്, കുറച്ച് രൂപ ഉള്ളതുപോലെ മതി. പിന്നെ ഒരു വസ്ത്രം, അലക്കുമുണ്ട് നന്നായിരിക്കും. പുതുവസ്ത്രം, കോടി വസ്ത്രം ആയാലും ഗുണകരാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ പൊതുവിൽ മതി. പിന്നെ ചന്ദനം, കുങ്കുമമൊക്കെ ചെപ്പിൽ വയ്ക്കുന്നവരുണ്ട്, അതൊക്കെ ഉണ്ടെങ്കിൽ അതും നല്ലത് തന്നെയാണ്. കുറച്ച് നാണയങ്ങൾ ഉണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ വയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ വൈകുന്നേര സമയത്ത് നിലവിളക്ക് തെളിയിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ കണി വയ്ക്കുന്നത്. കണി വെച്ച് ചിലർ നിലവിളക്ക് തെളിയിക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ വിളക്ക് തെളിയിച്ച് പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ പാത്രം വെച്ച് നമ്മൾ കണിയൊരുക്കുകയാണ് മിക്കവരും ചെയ്യുന്നത്. ഇതാണ് നല്ലൊരു രീതി. അപ്പോൾ നമ്മൾ ആദ്യം വലിയ ഉരുളി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പരന്ന പാത്രം ഉണ്ടെങ്കിൽ അതിൽ ഉണക്കലരിയിടും. അതിന് പുറത്ത് ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ വയ്ക്കും. കണിക്കുന്ന പൂവ് അതിന് മുകളിൽ വയ്ക്കും. അതിനിപ്പോൾ ഇന്ന ക്രമമൊന്നൊന്നുമില്ല. ഇപ്പൊ ചക്ക വെച്ചു, അതിൻ്റെ പുറത്ത് ഞാൻ മറ്റൊരു വസ്തു വെച്ചു പോയി, അത് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഒരു ക്രമത്തിന് അത് വയ്ക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ വയ്ക്കുന്ന ഫലവർഗ്ഗങ്ങളെല്ലാം വെളിയിൽ കാണുന്ന തരത്തിൽ വയ്ക്കും. അതാണ് ഞാൻ കൂടുതലായിട്ട് വേണ്ടാന്ന് പറഞ്ഞത്. കാര്യം ഈ ഫലവർഗ്ഗങ്ങൾ ഒന്ന് വയ്ക്കുമ്പോൾ അതിൻ്റെ പുറത്ത് കുറേ വേറൊന്ന് വെച്ച് കഴിഞ്ഞിട്ട് അതിന് കവർ ചെയ്ത് വെച്ച് ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥ വരും. ഏത് ഫലവർഗ്ഗം വയ്ക്കുമ്പോഴും അതിനെ നമുക്ക് കണി കാണുമ്പോൾ ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റും. മുകളിൽ പഴവർഗ്ഗങ്ങൾ വെക്കുമ്പോൾ ചിലർ ഒരുപാട് പഴം കൊണ്ടുവന്ന് നിറച്ചിട്ട് അടിയിലിരിക്കുന്ന വസ്തുക്കളെല്ലാം ഉള്ളിലായിപ്പോ. അങ്ങനെ വേണ്ട എല്ലാം കുറച്ച് വെച്ചാൽ മതി. അപ്പോഴേ എല്ലാത്തിനെയും നമുക്ക് ദർശിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഏറ്റവും ഇത് കണിക്കൊന്നപ്പൂവ് വയ്ക്കണം എന്നുള്ളതാണ്. പിന്നെ അതിൽ വാൽക്കണ്ണാടി നമുക്ക് വയ്ക്കാം. വാൽക്കണ്ണാടി വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അഭിമുഖമായിട്ട് വയ്ക്കണം. നമ്മൾ ചെന്ന് തൊഴുമ്പോൾ നമ്മുടെ മുഖം വാൽക്കണ്ണാടിയിലൂടെ കാണണം എന്നുള്ളതാണ്. അപ്പൊ കണിയൊരുക്കുന്നത് കൃഷ്ണന്റെ ചിത്രത്തിന് മുമ്പിലോ പ്രതിമയുടെ മുമ്പിലോ ആണ് പൊതുവിൽ ചെയ്യുന്നത്. അപ്പോൾ ആ കൃഷ്ണന്റെ പ്രതിമ നന്നായിട്ട് ഒരുക്കി നിർത്തും. അല്ലെങ്കിൽ ചിത്രമാണുള്ളെങ്കിൽ ചിത്രത്തിൽ നല്ല മാലയൊക്കെ ഇട്ട് അലങ്കരിച്ച് വെക്കും. പിന്നെ ചിലർ ഫലവർഗ്ഗങ്ങളെല്ലാം ഒന്നിൽ വച്ചിട്ട് അടുത്ത് മറ്റൊരു പരന്ന പാത്രം വെച്ചിട്ട് അതിൽ കോടി വസ്ത്രം, അതിൻ്റെ പുറത്ത് നാണയം, രൂപ, സ്വർണ്ണാഭരണങ്ങൾ, അങ്ങനെ രണ്ടായിട്ട് വയ്ക്കാറുണ്ട്. അത് തെറ്റായിട്ടുള്ള കാര്യമല്ല. വലിയ ഉരുളിയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിൽ തന്നെ വയ്ക്കാം. ചെറിയ പാത്രമാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിട്ട് വയ്ക്കുന്നതിൽ തെറ്റൊന്നുമില്ല, അങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ
2 നിലവിളക്ക് വയ്ക്കുന്നവരുണ്ട്, 3 നിലവിളക്ക് വയ്ക്കുന്നവരൊക്കെ ഉണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ അതിനകത്ത് നല്ല പ്രകാശം കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ അപ്രകാരം ചെയ്യുന്നത്, പ്രകാശത്തിന് വേണ്ടിയിട്ട്. അത് തെറ്റല്ല. 1 നിലവിളക്കേ ഉള്ളൂ എങ്കിലും കുഴപ്പമില്ല. 5 തിരിയിട്ട് നിലവിളക്ക് തെളിയിക്കുന്ന രീതിയാണ് പൊതുവിൽ കാണപ്പെടാറുള്ളത്. എങ്കിലും 2 തിരി കിഴക്കും പടിഞ്ഞാറും തിരിയിട്ട് തെളിയിക്കുന്നതും ശുഭകരമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ വൈകുന്നേരം ഇങ്ങനെ കണി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വിളക്ക് കെടുത്തി വെക്കുന്ന രീതിയില്ല. പിന്നെ കണി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഇരുളടഞ്ഞ് കിടക്കുന്ന രീതിയില്ല. പകരം അത് രാവിലെ വരെ തെളിയിച്ചു വയ്ക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ 5 തിരി ഇട്ട വിളക്കൊക്കെ വയ്ക്കുന്നവർ ശ്രദ്ധിക്കണം. ചെറിയ വിളക്കൊക്കെ ആണെങ്കിൽ അത് പടർന്ന് പിടിച്ച് ചിലപ്പം വസ്ത്രമൊക്കെ ഇരിക്കില്ല, അതിലൊക്കെ തീ പിടിച്ചിട്ട് രാവിലെ വന്ന് നോക്കുമ്പോൾ ആകെ കൂടി അശകുനമായി പോകും. അതുകൊണ്ട് തന്നെ ചെറു തിരിയായിട്ട് താഴ്ത്തിയിട്ട് രാത്രി സമയത്ത് ഒറ്റ തിരിയിൽ നിലനിർത്തി അത് രാവിലെ മറ്റു തിരികൾ തെളിയിച്ചാലും മതി. ചിലർക്ക് അങ്ങനെ രാവിലെ ആകുമ്പം എല്ലാ തിരിയും തെളിയിക്കുന്ന രീതി മതി. അല്ലെങ്കിൽ 2 തിരി ഇട്ടോളൂ, കിഴക്ക് പടിഞ്ഞാറ് തിരി ഇട്ടേക്കൂ, ചെറിയ നാളായിട്ട് ഇട്ടേക്കൂ. രാവിലെ വന്ന് എല്ലാ തിരിയും തെളിയിച്ച ശേഷം 5 തിരിയും തെളിയിച്ച ശേഷം മറ്റുള്ളവരെ വിളിച്ച് കണി കാണിക്കും. ആ സമയത്ത് നന്നായിട്ട് പടർത്തിയിട്ട് നല്ല ദീപം കാഴ്ച കൊടുക്കും. അപ്പോൾ രാത്രി സമയത്ത് നമുക്ക് 1 വിളക്കിൽ ഇങ്ങനെ തിരിയിട്ട് വെച്ചാൽ മതി. പിന്നെ രാവിലെ ആകുമ്പോൾ കൂടുതൽ പ്രകാശം അതിന് ചുറ്റുപാടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നിലധികം വിളക്കുകൾ നമുക്ക് 2ഓ 3ഓ വിളക്ക് നമുക്ക് 2 ഭാഗത്തൊക്കെ ആയിട്ട് വെച്ച് അലങ്കരിച്ച് കൃഷ്ണനെയൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോഴും ആ രീതിയിൽ നമുക്ക് വയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുടുംബത്തിലെ മുതിർന്ന ഒരാൾ സന്നദ്ധമായിരിക്കണം. കണി ഒരുക്കുമ്പോഴും രാവിലെ വന്ന് നമ്മൾ വിളക്ക് തെളിയിക്കുമ്പോഴൊക്കെ കുറച്ച് ശുദ്ധവൃത്തങ്ങളൊക്കെ വേണം. ചിലരാണെങ്കിൽ വന്നിട്ട് രാവിലെ കുളിക്കാതെയൊക്കെ പൂജാമുറിയിലൊക്കെ കയറി അല്ലെങ്കിൽ ഈ കണിയൊരുക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്തൊക്കെ കയറി ആ വിളക്ക് തെളിയിക്കുന്ന രീതിയൊക്കെ ഉണ്ട്. അത് പാടില്ല. നമുക്ക് പോയി ശുചി ചെയ്തിട്ട് വന്നിട്ട് ശുചിത്വങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം നമ്മൾ വിളക്ക് തെളിയിക്കാൻ. ചിലർ പറയും, അയ്യോ ഞാൻ ബാത്റൂമിനൊക്കെ കണി കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഗുണമില്ലല്ലോ എന്നുള്ളത്. അതിനാണ് നമ്മൾ രാത്രി വിളക്ക് തെളിയിച്ച് വെച്ചേക്കുന്നത്. രാവിലെ ചെന്ന് നമ്മൾ കണി ഒന്ന് കണ്ടതിന് ശേഷം പോയി കുളിച്ച് ശുചിയായിട്ടൊക്കെ വന്നിട്ട് മറ്റു വിളക്കൊക്കെ തെളിയിച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള മറ്റ് കുട്ടികളെയും അതുപോലെ തന്നെ മുതിർന്നവരൊക്കെ വിളിച്ച് കണി കാണിച്ച് പിന്നെ ദക്ഷിണ കൊടുക്കുകയൊക്കെ വേണം. മുതിർന്നവര് ദക്ഷിണ കൊടുക്കുന്ന ഒരു രീതി സമ്പ്രദായമുണ്ട്. ഇപ്പൊ അങ്ങനെ മാത്രമല്ല, അവിടുത്തെ ഗൃഹനാഥനായിട്ട് നിൽക്കുന്ന ആരും ദക്ഷിണ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ഗുണകരമായിട്ട് എല്ലാ കാര്യം. പണ്ട് മുതിർന്നവരുടെ കയ്യിലെ കാശുണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ അങ്ങനെയല്ല. ചിലപ്പോൾ അച്ഛന് അമ്മയ്ക്കൊക്കെ മകൻ തന്നെ ദക്ഷിണ കൊടുക്കുന്ന രീതിയാണ്. പണ്ട് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആയിരുന്നു ആദ്യം ദക്ഷിണ കൊടുത്തിരുന്നത്. ഇപ്പൊ അതിൽ മാറ്റമൊക്കെ ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. അത് തെറ്റായിട്ടുള്ള കാര്യമില്ല. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ദക്ഷിണ കൊടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ആകുകയും ചെയ്യാം. അപ്പൊ കണി കാണുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് കൃഷ്ണനെ പ്രാർത്ഥിച്ച് വിളക്കൊക്കെ തെളിയിച്ചതിന് ശേഷമായിരിക്കണം മറ്റുള്ളവരെ വിളിച്ചുകൊണ്ടെന്ന് കാണിക്കേണ്ടത്. എല്ലാവർക്കും കണി കാണാവുന്നതാണ്, അല്ലെ? യാതൊരു തെറ്റുമില്ല. പിന്നെ കണി ഒരുക്കുന്നതിന് പുലവാലായ്മകൾ ഉള്ളപ്പോൾ കണി ഒരുക്കാറില്ല. പിന്നെ ആർത്തവ കാലത്തിൽ നിൽക്കുന്ന സ്ത്രീകളും കണി ഒരുക്കാറില്ല. പക്ഷെ അവർക്ക് കണി കാണുന്നതിൽ തെറ്റൊന്നുമില്ല. മറ്റൊരാള് കണി കാണിക്കാൻ വേണ്ടി അവർക്ക് കുറച്ച് മാറിയെന്ന് കണി കാണാം. അതിന്റെ നേരെ നടയിൽ ചെന്ന് നിൽക്കേണ്ട കുറച്ച് മാറിയെന്ന് കണി കാണാവുന്നതേ ഉള്ളൂ. അതിൽ തെറ്റായിട്ടുള്ള കാര്യമൊന്നുമില്ല. അപ്പോൾ സാമാന്യമായ രീതിയിൽ ഒരു കണി വയ്ക്കുന്ന സമ്പ്രദായമാണ് ഇവിടെ പറഞ്ഞത്. ഇത് ചിലപ്പം സ്വർണ്ണാഭരണം വെച്ച് കണി കാണിക്കാൻ ഇല്ലാത്തവരുണ്ടാവും. വേണ്ട, അവർക്ക് കുറച്ച് നാണയം വയ്ക്കാം, രൂപ വയ്ക്കാം, എന്തെങ്കിലുമൊക്കെ വിശിഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ കണി കാണാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാന്നുള്ളതാണ്. ഇനിയിപ്പം കണിക്കൊന്ന പൂവ് കിട്ടിയില്ല എന്നുള്ളവരാണെങ്കിൽ അത് ചിലർ പ്ലാസ്റ്റിക് പൂവൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നതാണ്. അത് പരമാവധി ഒഴിവാക്കുക കേട്ടോ. കൃത്രിമമായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ കണി ഒരുക്കുന്നത്. നമുക്ക് ഒരു ഒറിജിനാലിറ്റിയിലുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടാൽ മതി. അല്ലാതെ കടകളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അന്നേരം കിട്ടും. ഇപ്പം ഞാൻ ഇതിൻ്റെ പുറകെ ഇട്ടിരിക്കുന്നത് അത് പ്ലാസ്റ്റിക്കിലുള്ളതാണ്. ഇത് നമുക്ക് കണി വയ്ക്കാൻ കൊള്ളില്ല, പക്ഷെ അതിൻ്റെ പരിസരങ്ങൾ അലങ്കരിക്കാൻ കൊള്ളും. അലങ്കാരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത് ഉപയോഗിച്ചോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ കണിയിൽ ഇത്തരം കാര്യങ്ങൾ വയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ നമ്മൾ കണി കണ്ടതിന് ശേഷം കൃഷ്ണമന്ത്രങ്ങളൊക്കെ നന്നായിട്ട് ജപിക്കണം. അന്ന് രാവിലെ ക്ഷേത്ര ദർശനം നടത്തണം. ക്ഷേത്രത്തിൽ ഉത്സവമാണെങ്കിൽ അതിൽ പങ്കുകൊള്ളണം. കഴിയുമെങ്കിൽ അന്നൊരു പാൽപ്പായസമൊക്കെ വെച്ചിട്ട് സ്വയം വീട്ടിൽ കഴിക്കുകയും മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യണം. കണ്ണനെ നിവേദിച്ചിട്ട് വേണം കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ചിലർ വീട്ടിലാണെങ്കിൽ കൃഷ്ണന്റെ പ്രതിമ കാണും, ചിലർക്ക് ചിത്രമേ കാണുള്ളൂ. ഇത് ഏതെങ്കിലും ഒന്ന് ഉണ്ടാവുന്നത് നല്ലതാണ്. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സാ ഭഗവാനെ നനച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. എന്തായാലും തലേദിവസം വിളക്ക് വയ്ക്കുമ്പം കരിന്തിരി എരിയുന്ന തരത്തിലേക്ക് ആക്കിക്കളയരുത്, അത് ശ്രദ്ധിക്കണം. ചിലയിടങ്ങളിൽ രാവിലെ എഴുന്നേറ്റ് മാത്രമേ ഒരു വിളക്ക് തെളിയിക്കരുത്. തലേദിവസം വിളക്കൊന്നും തെളിയിച്ച് വയ്ക്കാറില്ല. രാവിലെ പുലർച്ചെ കുളിച്ചു വന്ന് വിളക്ക് തെളിയിച്ച് ആ വ്യക്തി തൊഴുതതിന് ശേഷം മറ്റുള്ളവരെ വിളിച്ചുണർത്തി കണി കാണിക്കുന്ന രീതി, അത് അങ്ങനത്തെ സമ്പ്രദായം പിന്തുടരുന്നവർക്ക് അത് ആകാവുന്നതേ ഉള്ളൂ. ഇത് തെറ്റല്ല. അപ്പോൾ നമുക്ക് സമ്പൽ സമൃദ്ധിയായിട്ടും ഐശ്വര്യമായിട്ടും നമ്മുടെ വീട്ടിലെ ഏറ്റവും ഗുണകരമായിട്ടുള്ള രീതിയിൽ
ഒരു കണിയൊരുക്കുന്ന രീതിയാണ് ഞാനിവിടെ പറഞ്ഞു തന്നത്. ഇനിയിപ്പം നാളികേരം ഉടച്ച് അതിൽ തിരിതെളിക്കുന്ന സമ്പ്രദായമൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. ചുറ്റുപാടുകളിൽ ചെറിയ ചിമിഴൊക്കെ വെച്ച് അതിൽ വിളക്ക് തെളിയിക്കുന്നവരുണ്ട്. ഇങ്ങനെ പല കാര്യങ്ങളും ഇതിനോടൊപ്പം തന്നെ ചേർത്തിട്ടുണ്ട്. പിന്നെ തേങ്ങയിൽ കുറച്ച് ശർക്കരയൊക്കെ ഇട്ട് ഒരു കൂട്ടുണ്ടാക്കി അത് നേദിച്ചിട്ട് കണി കാണാൻ വരുന്നവർക്ക് കൊടുക്കുന്ന സമ്പ്രദായമുണ്ട്. അതെല്ലാം ഓരോ പ്രാദേശികമായിട്ടുള്ള രീതിയാണ്. അതൊക്കെ അനുവർത്തിക്കുന്നവർക്ക് അങ്ങനെ ആകാവുന്നതേ ഉള്ളൂ. ഇനി ഞാൻ പറഞ്ഞാൽ കൂടുതലായിട്ട് ചിലരുടെ അടുത്താണെങ്കിൽ ചന്ദനം കലക്കി വയ്ക്കും. കണി കണ്ടിട്ട് പോകുന്നവരുടെ നെറ്റിയിൽ തൊട്ട് കൊടുക്കുന്ന സമ്പ്രദായമുണ്ട്. അതൊക്കെ അനുവർത്തിക്കാവുന്ന, എല്ലാവർക്കും പുതിയ വസ്ത്രങ്ങൾ കൊടുക്കുന്നവരുണ്ട്. അത് അങ്ങനെ അനുവർത്തിക്കാവുന്നതേ ഉള്ളൂ. അതൊക്കെ നിങ്ങളുടെ പ്രാദേശികമായ രീതിയിൽ ഞാനിവിടെ പറഞ്ഞത് ഇത്രയെങ്കിലും ചെയ്യുക ഏറെ ഗുണകരമാകും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ഏതെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.